ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എന്താണ് എന്ന് കൂടി നോക്കാം. മുബഷീർ പി അക്ബർ നമുക്കൊപ്പം തത്സമയമുണ്ട്. മുബഷീർ, മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നിയമയുദ്ധത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇങ്ങനെയൊരു ചട്ടം വിജ്ഞാപനം ചെയ്യുമ്പോൾ പരസ്യ പ്രതിഷേധത്തിലേക്ക് തന്നെ പോകുന്ന രാഷ്ട്രീയ കക്ഷികളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലീഗ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ എന്താണെന്നാണ് അവർ നൽകുന്ന സൂചന? മുബഷീർ. സുജയ, ഏറ്റവും പുതിയ വിവരം പ്രകാരം ഈ ഒരു നിയമം സ്റ്റേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വക്കാലത്തിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ സാഹചര്യം പൂർണ്ണമായും വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു അടിയന്തര യോഗവും ചേരുന്നുണ്ട്. നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകൾ ആ നിലയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അല്പസമയം മുമ്പ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാമുമായി സംസാരിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ നിലവിൽ UDF പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഒരു പ്രതിഷേധ പരിപാടിയിലോടൊപ്പം മുസ്ലിം ലീഗ് അണിചേരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗിന്റെ തന്നെ പ്രത്യേക പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വിശേഷിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആ നിലയിലുള്ള തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആശങ്ക ഈ ഒരു പുതിയ നിയമം വരുന്നതിനോടുകൂടി ഉണ്ടാകുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് ആ നിലയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ പോകുന്നത്. നേരത്തെ വലിയ പ്രതിഷേധ പരിപാടികൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഈ നിലയിൽ തന്നെ വിശ്വാസികൾക്കിടയിൽ ഇതൊരു വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് വിലയിരുത്തലും മുസ്ലിം ലീഗിനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പാണക്കാട് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ ചേരുന്ന ആ ഒരു യോഗത്തിന് ശേഷമായിരിക്കും ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗ് ഏത് തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേന്ദ്ര സർക്കാരിന് ആ നിലയിൽ പ്രതികൂല സാഹചര്യമുണ്ടെന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം കേന്ദ്രം നടത്തുന്നതെന്നാണ് മുസ്ലിം ലീഗ് വിമർശിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം നേരത്തെ പ്രഖ്യാപിക്കാൻ വന്ന ഘട്ടത്തിൽ തന്നെ 2020 ആ ഒരു സമയത്ത് തന്നെ മുസ്ലിം ലീഗ് കേസുമായി മുന്നോട്ട് പോയിരുന്നു. ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി E.T. മുഹമ്മദ് ബഷീർ ആ നിലയിൽ തന്നെ കാര്യങ്ങൾ ദേശീയ തലത്തിൽ കോർഡിനേറ്റ് ചെയ്തു വരികയായിരുന്നു. അതിനിടയിലായിരുന്നു കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപിക്കില്ല എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയത്. സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടം ആ നിലയിൽ തന്നെ അതിൽ പ്രതിഫലിച്ചു എന്ന രീതിയിൽ മുസ്ലിം ലീഗും വിലയിരുത്തിയിരുന്നു. എന്നാൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കാൻ പോകുന്നതിന് തൊട്ടു മുന്നോടിയായി അതിന്റെ വിജ്ഞാപനം ഇറക്കുമ്പോൾ സ്വാഭാവികമായും അത് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണെന്ന് തന്നെയാണ് മുസ്ലിം ലീഗും വിമർശിക്കുന്നത്. UDFന്റെ പ്രതിഷേധത്തോടൊപ്പം നിലവിൽ അണിചേരും. വരാൻ പോകുന്ന ദിവസം മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും പ്രതിഷേധമുണ്ടാകും. വേണ്ടി വന്നാൽ നിലവിൽ മുസ്ലിം ലീഗിനെ കൂടാതെ കേസ് കൊടുത്തിരിക്കുന്ന LDF സർക്കാരുമായി സംയുക്തമായ പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സമുദായ സംഘടനകൾ EK സമസ്തയാണെങ്കിലും AP സമസ്തയാണെങ്കിലും ആ നിലയിൽ ഈ വിഷയത്തിൽ കൃത്യമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമാണിത്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണെന്ന കാര്യം അദ്ദേഹം നിലപാടായി തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായും സമാനമായ നിലപാട് തന്നെയാണ് EK സമസ്ത വിഭാഗത്തിനുമുള്ളത്. ജിഫ്രി മുക്കുത്തുകോയ തങ്ങളൊക്കെ തന്നെ നേരത്തെ ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിലപാട് രേഖപ്പെടുത്തിയതാണ്. മതേതര ശക്തികൾ ഇതിനെതിരെ രംഗത്ത് വരണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ആ നിലയിൽ ഈ ഒരു മതസമുദായ സംഘടനകൾ താല്പര്യം ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാവും മുസ്ലിം ലീഗും ഇതിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുക. എന്തായാലും ഇന്ന് പാണക്കാട് 12 മണിയോടുകൂടി ചേരുന്ന അടിയന്തര യോഗത്തിന് ശേഷമായിരിക്കും ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുക. നിലവിൽ ഈ ഒരു നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടി വക്കാലത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സുജയ. ഓക്കെ, മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്ത, മുസ്ലിം ലീഗ് കോടതിയിലേക്ക് പോകുന്നു. പ്രതിഷേധത്തിന് മുൻനിരയിൽ തന്നെ ലീഗുണ്ട്. ഒപ്പം 10:30 കോടതിയിൽ ഈ ഹർജികൾ വരാൻ പോകുന്നു. കേരളത്തിലും പ്രതിഷേധം കടുപ്പിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് നോബിൾ മാരിക്കാരനും, തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയലൂരും, കൊച്ചിയിൽ നിന്ന് ശ്യാം ദേവരാജും, മലപ്പുറത്ത് നിന്ന് മുബഷീർ പി അക്ബറും പങ്കുവച്ചത്. ഇനി